ഞാൻ ഈ ചെയ്യുന്നതുകൊണ്ട് നാണക്കേട് ഉണ്ടാവുന്നുണ്ടെങ്കിൽ ചോദിക്കുന്നവരോട് ഞാൻ ഡാഡിയുടെ മകനല്ലെന്ന് പറഞ്ഞേക്ക്. ഞാനും നിങ്ങൾ എന്റെ ഡാഡി അല്ലെന്ന് പറഞ്ഞോളാം. വെറുതെ ഇവിടെ നിന്ന് സമയം കളയണ്ട, പൊയ്ക്കോളൂ. കൈലാഷ്, നീ എന്തൊക്കെയാ ഈ പറയുന്നത്? നിന്നോട് സ്നേഹമില്ലാഞ്ഞിട്ടാണോ ഇദ്ദേഹം നിന്നെ തേടി ഇങ്ങോട്ട് വന്നത്? ഇന്നലെ രാത്രി മുതല് ഇദ്ദേഹം നിന്നെ ഓർത്ത് എന്തുമാത്രം ടെൻഷൻ അടിച്ചതെന്ന് നിനക്കറിയോ? ദേഷ്യത്തില് വായി തോന്നിയൊന്നും പറയരുത്. പിന്നീട് അതോർത്ത് നീ ഒരുപാട് ദുഃഖിക്കും. എനിക്ക് എന്തെങ്കിലും തരത്തിൽ ഒരു താങ്ങായി നിൽക്കുന്നത് മാഡവും പ്രിയനും മാത്രമാണ്. ഡാഡിയെക്കുറിച്ച് നിങ്ങൾക്കറിയാത്തതുകൊണ്ടാ. പാർവതിയെ ഞാൻ ഇഷ്ടപ്പെട്ടപ്പോ മമ്മിക്ക് സ്റ്റാറ്റസ് പ്രശ്നമായിരുന്നു. ഞാൻ വീട് വിട്ടിറങ്ങിയപ്പോ ഡാഡിക്കും സ്റ്റാറ്റസ് പ്രശ്നമായി. ഇവർക്ക് എന്റെ പ്രശ്നം എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് അറിയില്ല. ഇവർക്ക് ഏറ്റവും വലുത് സ്റ്റാറ്റസാ. സ്നേഹത്തേക്കാൾ വലുത് സ്റ്റാറ്റസ് ആണെന്ന് ചിന്തിക്കുന്നവരുടെ കൂടെ ജീവിക്കാൻ എനിക്ക് താല്പര്യമില്ല. അതുകൊണ്ടാണ് ഞാൻ ആ വീട് വിട്ടിറങ്ങിയത്. നിന്നെ വഴക്ക് പറഞ്ഞെന്ന് കരുതി നിന്നോട് സ്നേഹമില്ലെന്നാണോ അർത്ഥം? എനിക്ക് പാർവതി ഇഷ്ടമാണെന്ന് മമ്മിയോട് മാത്രമല്ല ഡാഡിയോട് ഞാൻ പറഞ്ഞു. എന്നോട് വീണ്ടും വീണ്ടും ക്ഷമ കാണിക്കാന്ന് പറയാല്ലാതെ ഡാഡി എന്താ ചെയ്തത്? ഇതേ വിഷയം ഞാൻ ഭൂമിക മേഡത്തോടും പ്രിയനോടും പറഞ്ഞപ്പോ അവരെ കൊണ്ട് പറ്റുന്ന തരത്തില് അവരെന്നെ സഹായിക്കുക ചെയ്ത. നിങ്ങളെക്കാൾ കൂടുതൽ എന്നെ കുടുംബത്തിന്റെ ഭാഗമായി കണ്ടത് ഇവരാണ് എന്റെ കുടുംബം, നിങ്ങളല്ല. സർ പ്ലീസ്, അങ്ങനെയൊന്നും പറയരുത്. ദേഷ്യത്തിൽ സാറ് എന്തൊക്കെയോ പറഞ്ഞു പോകുന്നുണ്ട്. ഞാൻ വെറുതെ ദേഷ്യത്തിൽ പറയുന്നതല്ല. ഇവർക്ക് എന്റെ വേദന എന്താണെന്ന് മനസ്സിലാവണം. ഇത്രയും കാലം ഞാൻ എല്ലാ കാര്യത്തിനും ഡാഡി ആശ്രയിച്ച് തന്നെയാണ് ജീവിച്ചത്. അതുകൊണ്ട് അദ്ദേഹം പറയുന്നതെല്ലാം എനിക്ക് കേൾക്കേണ്ട അവസ്ഥയായിരുന്നു. പക്ഷെ ഇനി അങ്ങോട്ട് ഞാൻ സ്വതന്ത്രനാ. ഞാൻ എനിക്കിഷ്ടമുള്ളതുപോലെ ജീവിക്കും. ഞാൻ ജോലി ചെയ്ത് സമ്പാദിക്കും. എന്നിട്ട് പാർവതിയെ കല്യാണം കഴിച്ച് ഒരു സാധാരണക്കാരനായി സമാധാനത്തോടെ ഞാൻ കഴിയും. ഞാനിപ്പോ എന്തു പറഞ്ഞാലും നിനക്ക് തെറ്റായി മാത്രമേ തോന്നൂ. നീ എൻ്റെ കൂടെ വീട്ടിലേക്ക് വാ, നമുക്ക് സംസാരിക്കാം. കുറെയായി സംസാരിക്കുന്നു, ഇനി അതിന്റെ ആവശ്യമില്ല ഡാഡി. സോറി, അറിയാതെ ഡാഡി എന്ന് വിളിച്ചുപോയി. ഇനി ഞാൻ അങ്ങനെ വിളിക്കില്ല. ആ വീട്ടിലേക്ക് വരികയില്ല. നിനക്ക് വേണ്ടി ഞാൻ ഇത്രയും വലിയൊരു ബിസിനസ് സാമ്രാജ്യം തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട്. നീ അതെല്ലാം ഏതോ ഒരു പെൺകുട്ടിക്ക് വേണ്ടി ഇട്ടെറിഞ്ഞിട്ട് ആരുടെയോ കീഴിൽ ജോലി ചെയ്ത് ശമ്പളം വാങ്ങാൻ പോവാണോ? യെസ്, എന്റെ തീരുമാനം അത് തന്നെയാ. ശരി, നിന്റെ ആഗ്രഹം അങ്ങനെയാണെങ്കിൽ അത് തന്നെ നടക്കട്ടെ. പക്ഷേ അതിന് നീ ഇവിടെ താമസിക്കണമെന്നില്ലല്ലോ. ഞാൻ നിനക്കൊരു നല്ല ഫ്ലാറ്റ് എടുത്തു തരാം. അവിടെ നിന്ന് നിനക്കിഷ്ടമുള്ളത് എന്താണെന്ന് വെച്ചാൽ ചെയ്തു. ഞങ്ങള് നിന്നെ ചോദ്യം ചെയ്യില്ല. ഇങ്ങനെ വിലപേശാൻ ഇത് ബിസിനസ് ഡീലൊന്നുമല്ല, എന്റെ ലൈഫാണ്. അച്ഛനോട് ഇങ്ങനെയാണോ സംസാരിക്കുന്നത്? മാഡം, നിങ്ങളും പ്രിയനും ഒക്കെ നല്ല മനുഷ്യരാ. ഇദ്ദേഹത്തെ പോലുള്ളവരെ കുറിച്ച് നിങ്ങൾക്കറിയില്ല. ഇന്ന് ഫ്ലാറ്റ് വാങ്ങിത്തരാന്ന് പറയും, പിന്നെ ജോലി വാങ്ങിത്തരാന്ന് പറയും. പതുക്കെ പതുക്കെ എന്റെ ജീവിതം മുഴുവൻ ഇവരുടെ നിയന്ത്രണത്തിലാവും. അതിനി ഞാൻ സമ്മതിക്കില്ല. ഞാൻ വീട്ടിലേക്ക് തിരിച്ചു വരണമെന്ന് നിങ്ങൾ അത്രയും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ പാർവതിയുടെ അച്ഛനെയും അമ്മയും കണ്ട് എനിക്ക് അവളെ കല്യാണം കഴിപ്പിച്ചു തരാൻ പറയും. അങ്ങനെ സംഭവിക്കാതെ ഞാൻ ആ വീടിന്റെ പടി ചവിട്ടില്ല. കൈലാഷ് സർ, മോനെ,
കൈലാഷ്